प्यारे दोस्तों, हिंदी महफिल यूट्यूब चैनल पर सबका स्वागत. ഇന്ന് നമ്മൾ ബേസിക്സ് ഓഫ് ചന്ദ് എന്ന വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. JLT, HSA, HSST, സെറ്റ് അങ്ങനെ എല്ലാ തരം ഹിന്ദി മത്സര പരീക്ഷകളിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചന്തുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ വരികൾ തന്നിട്ട് ഇത് ഏത് ചന്താണെന്ന് ചോദിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചില ചന്തിൽ എത്ര പങ്ക്തികൾ ഉണ്ട് എന്ന് ചോദിക്കാം. ചില ചന്തുകളുടെ നിയമം തന്നിട്ട് ഇത് ഏത് ചന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പോൾ ചന്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വിഷയം തന്നെയാണ്. ക്ലാസ്സുകളൊക്കെ പാർട്ടായിട്ടാണ് തരുന്നത്. എല്ലാ ക്ലാസ്സുകളും നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതും കണ്ടിന്യൂഷൻ കിട്ടുന്നതും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ചന്ത് എന്താണ്? ചന്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്യകാ വ്യാകരണം എന്ന് നമുക്ക് പറയാം. ചന്ദശാസ്ത്ര അല്ലെങ്കിൽ ചന്ത് എന്ന് പറഞ്ഞാൽ പദ്യകാ വ്യാകരണം. നമുക്കറിയാം, നമ്മുടെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്രാമർ ഉണ്ട് അല്ലേ, ഒരു വ്യാകരണമുണ്ട്. എന്തിനാണ് ആ വ്യാകരണം അല്ലേ? ആ വ്യാകരണത്തിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭാഷ സ്റ്റാൻഡേർഡ് ആവുന്നത് ആ വ്യാകരണം വെച്ചിട്ടാണ് അല്ലേ. കർത്താവ് എവിടെ വേണം, അതിൻ്റെ കർമ്മം എവിടെ വേണം, ക്രിയ എവിടെ വേണം, അങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്ന എല്ലാ നിയമങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഭാഷയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്ത്? ചന്ത് എന്ന് പറയുന്നത്. ചന്ത് എന്ന് പറയുന്നത് പക്ഷേ പദ്യത്തിൻ്റെ വ്യാകരണമാണ്. ഓക്കെ, കവിതയുടെ അല്ലെങ്കിൽ പദ്യത്തിൻ്റെ വ്യാകരണം. അതിൽ ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ചന്ത് എന്നുള്ളൊരു പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ആരാണ്? പിങ്കൾ എന്ന് പേരുള്ള ഒരു ഋഷിയാണ്. പിങ്കൾ എന്ന് പേരുള്ള ഒരു ഋഷിയാണ് കവിതയ്ക്ക് ഒരു നിയമം വേണം, നിയമബന്ധിതമായിട്ടുള്ള കവിതകളെയാണല്ലോ ചന്ത് എന്ന് പറയുന്നത്. അപ്പോൾ കവിതയ്ക്കൊരു നിയമം വേണം എന്ന് പറയുന്ന ഒരു ഋഷിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ പ്രണേത എന്നുള്ള രീതിയിൽ നമുക്ക് ആരെ എടുക്കാം? ഇദ്ദേഹത്തെ, പിങ്കൾ എന്നെടുക്കാം. അതുകൊണ്ട് തന്നെ ചന്ത് എന്നുള്ള ഒരു വേർഡിന് അല്ലെങ്കിൽ ചന്ത് എന്നുള്ള ആ ഒരു വാക്കിന് പകരം കുറച്ച് ആൾക്കാർ പിങ്കൾ എന്നുള്ള വേർഡും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചന്തിൻ്റെ ദൂസറ നാമാണ് എന്ത്? പിങ്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ചന്തിൻ്റെ സർവപ്രഥം പ്രയോഗ്, ആദ്യമായിട്ട് ഇത് പ്രയോഗിച്ചിരിക്കുന്നത് ഋഗ്വേദത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചന്ദിനെക്കുറിച്ച് പറയാനുള്ളത്. ചന്ദിൻ്റെ ആദ്യ പ്രണേത പിങ്കൾ എന്ന് പേരുള്ള ഒരു ഋഷിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ അതുകൊണ്ട് തന്നെ എന്ത്? ചന്ദിനെ പിങ്കൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ചന്ത് എന്ന് പറയുന്നത് പദ്യത്തിൻ്റെ വ്യാകരണമാണ്. ഓക്കെ, ഗ്രാമർ ഓഫ് പോയട്രി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കവിതയുടെ നിയമമാണ് എന്ത്? ചന്ത് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് കാണുന്നത് ഋഗ്വേദത്തിലാണ്. ക്ലിയർ ആണല്ലോ? ചന്ദിൻ്റെ പരിഭാഷ നോക്കിക്കോളൂ. അക്ഷർ, അക്ഷരോं की संख्या एवं क्रम, मात्रा, मात्रा की गणना, यति, गति आदि से संबंधित विशिष्ट नियमों से नियोजित पद्य रचना को छंद कहते हैं. ഒന്നുകൂടി പറയാം. अक्षर, अक्षरों की संख्या एवं क्रम, मात्रा, मात्रा की गणना, यति, गति आदि से संबंधित विशिष्ट नियमों से नियोजित पद्य रचना को छंद कहते हैं. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഛന്ദയുക്തമായിട്ടുള്ള ഒരു കവിതയ്ക്ക് എന്തൊക്കെ പാർട്ടുകളാണ് ഉള്ളത് എന്നാണ്. ഓക്കെ, ഛന്ദ് കെ അങ്ക് അല്ലെങ്കിൽ ഛന്ദ് കെ അവയവ്, ഒരു ഛന്ദിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഛന്ദ് കെ അങ്ക് 8 ഛന്ദിൻ്റെ അവയവങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. ചിലയിടത്ത് 7 എന്നും കാണാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഞാൻ റെഫർ ചെയ്ത ബുക്കിൽ 8 എണ്ണം കണ്ടതുകൊണ്ട് 8 എണ്ണത്തെക്കുറിച്ച് പറയാം. ഓക്കെ, ഒന്നാമത്തതാണ് പാദ് അഥവാ ചരൺ. ഓക്കെ, പാദ് അഥവാ ചരൺ. പിന്നെ വർണ്ണ ഔർ മാത്ര. നെക്സ്റ്റ് സംഖ്യ ഔർ ക്രം, ലഘു ഔർ ഗുരു, ഗണ, യതി, ഗതി, തുക്ക്. ഓക്കെ, ഒന്നുകൂടെ. പാദ് അഥവാ ചരൺ, വർണ്ണ ഔർ മാത്ര, സംഖ്യ ഔർ ക്രം, ലഘു ഔർ ഗുരു, ഗണ, യതി, ഗതി, തുക്ക്. ഓക്കെ, ഇങ്ങനെ 8 അംഗമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേതാണ് പാദ് അഥവാ ചരൺ. ഓക്കെ, പൊതുവെ ചരൺ എന്നാണ് അതിന് പറയുക. പാദ് അഥവാ ചരൺ. നമുക്കൊരു ദോഹ നോക്കാം. ആ ദോഹയിലൂടെ നമുക്ക് എന്താണ് ഇത്, ചരൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ,
നോക്കിക്കോളൂ. റഹിമന് പാനി രാഖിയെ ബിൻ പാനി സബ് സൂൻ, പാനി ഗയെ ന ഊബരെ മോത്തി മാനസ് ചൂൻ. റഹിമന് പാനി രാഖിയെ ബിൻ പാനി സബ് സൂൻ, പാനി ഗയെ ന ഊബരെ മോത്തി മാനസ് ചൂൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കൊന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പോസ് ചെയ്യുന്നുണ്ടല്ലേ. റഹിമന് പാനി രാഖിയെ, അവിടെ നമ്മളൊന്ന് പോസ് ചെയ്തു, അവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ടല്ലേ. അതിനുശേഷം ബിൻ പാനി സബ് സൂൻ, അവിടെ നമ്മളൊരു പൂർണ്ണ വിരാം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നോക്കൂ, പാനി ഗയെ ന ഊബരെ, അവിടെയും ഒരു പോസ് ഉണ്ട്. മോത്തി മാനസ് ചൂൻ, ഓക്കെ, അവിടെ ഒരു പൂർണ്ണ വിരാം ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ ഈ കോമയുടെ സ്ഥാനത്ത് പൂർണ്ണ വിരാം തന്നെയാണ് ഇടുക, ലാസ്റ്റ് ഡബിളായിട്ട് 2 ഫുൾ സ്റ്റോപ്പാണ് ഇടുക. ഓക്കെ, അങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കോമയാണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ എത്ര സ്ഥലത്ത് നമ്മൾ ശ്വാസം എടുത്തു? 4 സ്ഥലത്ത് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1, 2, 3, 4, ഇങ്ങനെ 4 സ്ഥലത്താണ് നമ്മൾ ആ ശ്വാസം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിരാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ചരൺ അല്ലെങ്കിൽ പാദ് എന്ന് പറയുന്നത്. ഒരു പ്രായഃ എല്ലാ ചന്ദിനും എന്താണ് ഒരു 90% ചന്ദിനും 4 ചരൺ ആണുള്ളത്. ഓക്കെ, ചരൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഈ നിർത്തിയ ഓരോ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് ചരൺ എന്ന് പറയുന്നത്. റഹിമന് പാനി രാഖിയെ ഒന്നാമത്തെ ചരണാണ്, ബിന് പാനി സബ്സൂൻ രണ്ടാമത്തെ ചരണാണ്, പാനി ഗയേന ഊബരെ മൂന്നാമത്തെ ചരൺ ആണ്, മോത്തി മാനസ് ചൂൻ ഇതാണ് ഇതിൻ്റെ 4ാമത്തെ ചരൺ. അപ്പോൾ ഇതിൽ കൂടുതൽ ചരൺ ഉള്ള ചന്തുണ്ട്, അത് നമുക്കിപ്പോൾ വേണ്ട. പക്ഷെ ഒരു 90% പ്രായഃ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ എന്താണ് 4 ചരണാണ് പൊതുവെ എല്ലാ ചന്ദിനും ഉണ്ടാവാറുള്ളത്. ഇനി ചരണിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് 2 എണ്ണമാണ്. 2 ടൈപ്സ് ഉണ്ട്, സമചരണും വിഷം ചരണും. എന്താണ് സമചരൺ, എന്താണ് വിഷം ചരൺ? നമുക്കറിയാം, നിങ്ങൾ ഹിന്ദിയിൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സമസംഖ്യയും വിഷം സംഖ്യയും ഉണ്ട്. സമസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 4, 6, 8, 10 അങ്ങനെ വരുന്ന ഇരട്ട സംഖ്യകളെയാണ് സമസംഖ്യ എന്ന് പറയുന്നത്. അതേപോലെ 1, 3, 5, 7, 9 അങ്ങനെയുള്ള ഒറ്റ സംഖ്യകളുണ്ടല്ലോ, അതിനെയാണ് വിഷം സംഖ്യ എന്ന് പറയുന്നത്. അതേ ട്രിക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. 1, 3. ഓക്കെ, 1, 3 ഏതാണെന്ന് മനസ്സിലായല്ലോ? ചരൺ 1, 3 ആണ് വിഷം ചരൺ. അതേപോലെ 2, 4 ആണ് എന്ത്? സമചരൺ എന്ന് പറയുന്നത്. അപ്പോൾ പാദ് അഥവാ ചരൺ എന്താണെന്ന് മനസ്സിലായല്ലോ? 4 ചരണാണ് പൊതുവെ ഒരു ചന്ദിന് ഉണ്ടാവുന്നത്. ഓക്കെ, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു പോയം വായിക്കുമ്പോൾ, ഒരു ദോഹ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചന്ത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമ്മൾ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വിരാം ഇടുന്നുണ്ട്. എത്ര വിരാമാണോ ഇടുന്നത് അതാണ് അതിൻ്റെ ചരൺ. ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സോറട്ട എന്ന് പറയുന്ന ആ ചന്തിൽ എത്ര പങ്ക്തികളുണ്ട് എന്ന്. 2 ചരൺ കൂടി ചേർന്നിട്ടാണ് ഒരു പങ്ക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ദോഹയിൽ നോക്കിയേ, റഹിമന് പാനി രാഖിയെ ബിന് പാനി സബ് സൂൻ, അങ്ങനെ 2 ചരൺ ചേർന്നിട്ടാണ് ഒരു പങ്ക്തി ഉണ്ടാകുന്നത്. ഓക്കെ, സോറട്ട ചന്തിൽ 2 പങ്ക്തിയാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷനായിട്ട് പിന്നെ ആ ക്വസ്റ്റ്യൻ ക്യാൻസലൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 4 ചരൺ ഉണ്ടാവും, 2 ചരൺ കൂടിയിട്ടുള്ളതാണ് ഒരു പങ്ക്തി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വർണ്ണ ഔർ മാത്ര. വർണ്ണ ഔർ മാത്ര. എന്താണ് വർണ്ണ? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? വർണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷർ അഥവാ ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർണ്ണ എന്ന് പറയുന്നത്. അത് ഹ്രസ്വം ആയിക്കോട്ടെ, ദീർഘ ആയിക്കോട്ടെ, സ്വരാക്ഷരം ആയിക്കോട്ടെ, വ്യഞ്ജനാക്ഷരം ആയിക്കോട്ടെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇത്തരത്തിലുള്ള അക്ഷരങ്ങളെയാണ് എന്ത് പറയുന്നത്? വർണ്ണ എന്ന് പറയുന്നത്. അടുത്തത് മാത്ര. അത് നമുക്കറിയാം അല്ലേ? എന്താണ് മാത്ര? मात्रा उस समय को कहते हैं जो वर्ण अथवा अक्षर के उच्चारण में लगता है. ഏതെങ്കിലും ഒരു വർണ്ണം ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്ഷരങ്ങളായിക്കോട്ടെ, അത് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം സമയം എടുക്കുന്നു അതിനെയാണ് എന്ത് പറയുന്നത്? മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് ചന്ദിൻ്റെ മറ്റൊരു പാർട്ടാണ്. എന്ത്? വർണ്ണ ഓർ മാത്ര എന്ന് പറയുന്നതാണ് ചന്ദിൻ്റെ മറ്റൊരു പാർട്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, दीर्घ स्वर वाले वर्ण में 2 मात्राएं होती हैं तथा ह्रस्व स्वर वाले वर्ण में 1. ഏതൊക്കെയാണ് ഹ്രസ്വ സ്വർ?
ഏതൊക്കെയാണ് ദീർഘസ്വർ എന്നൊക്കെ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദീർഘസ്വർ എന്നുള്ള ദീർഘസ്വരത്തിനൊക്കെ നമ്മൾ 2 മാത്രകളാണ് കൊടുക്കുന്നത്. ഹ്രസ്വസ്വരത്തിനൊക്കെ 1 മാത്ര. ഓക്കെ, അപ്പോൾ ദീർഘസ്വരം ഏതാണ്, ഹ്രസ്വസ്വരം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അ, ഇ, ഉ, ഋ. അ, ഇ, ഉ, ഋ. ഈ 4 അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ 4 സ്വരങ്ങളാണ് എന്ത്, ഹ്രസ്വസ്വർ എന്ന് പറയുന്നത്. ഹ്രസ്വസ്വർ അറിയാലോ അല്ലേ? അതായത് അതിൻ്റെ ഹ്രസ്വ സ്വർ के निर्माण में किसी अन्य स्वरों के मेल नहीं होता. മറ്റുള്ള സ്വരങ്ങൾ കൂടി ചേർന്ന് അല്ലാണ്ട് ഉണ്ടാവുന്ന എന്താ സ്വരങ്ങളെയാണ് എന്ത് പറയുന്നത്, ഹ്രസ്വസ്വർ എന്ന് പറയുന്നത്. അപ്പോൾ അ, ഇ, ഉ, ഋ ഈ 4 എണ്ണത്തിനും എന്താണ് കൊടുക്കുക, ഒറ്റ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനോട് കൂടിയിട്ടുള്ള വ്യഞ്ജനത്തിനും നമ്മൾ 1 മാത്രമാണ് കൊടുക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ? ഇനി ദീർഘസ്വർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ അ, ഇ, ഉ, ഋ ഈ 4 എണ്ണം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സ്വരങ്ങളും എന്താണ്, ദീർഘസ്വരമാണ് അല്ലേ? ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ. ഇത് ഇത്രയാണ് ദീർഘസ്വർ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എത്ര മാത്രയാണ് കൊടുക്കുന്നത്? 2 എന്നുള്ള മാത്രമാണ് കൊടുക്കുന്നത്. ദീർഘസ്വർ വേ ഹേ ജിസ്കെ നിർമ്മാൺ അന്യ സ്വരവും കെ സാത്ത് ഹോത്താ ഹെ. ഓക്കെ, മറ്റുള്ള സ്വരങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്ന സ്വരങ്ങളാണ് എന്ത്, ദീർഘസ്വർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദീർഘസ്വറിന് നമ്മൾ എത്ര മാത്രം കൊടുക്കുന്നു? 2 മാത്ര കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് വർണ്ണ ഔർ മാത്രയിൽ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് നിയമങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഒരു സോറട്ടയാണോ ദോഹയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചന്താണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതാണ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഒട്ടും സമയം വേസ്റ്റ് ആക്കാണ്ട് പഠിച്ചു തുടങ്ങിക്കോളുക. ബൈ.